മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. അവിടെ വലിയ പരാജയമാണ് കോൺഗ്രസ് ഏറ്റുവാങ്ങിയത്. അതെ, കോൺഗ്രസ് പ്രവർത്തക സമിതി വെള്ളിയാഴ്ച ചേരുകയാണ്. വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് പകരം ബാലറ്റ് പേപ്പർ മടക്കിക്കൊണ്ടുവരണമെന്ന് AICC അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യവും CWC ചർച്ച ചെയ്തേക്കും. നേരത്തെ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞ കാര്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഈ EVM അമിത്ഷായുടെയും മോദിയുടെയും ഒക്കെ വീട്ടിലിരിക്കട്ടെ എന്ന്. അപ്പോൾ എലോൺ മസ്ക് പറഞ്ഞ കാര്യമാണ്, ഇന്ത്യയിൽ ഒറ്റ ദിവസം കൊണ്ട് എണ്ണിത്തീരുന്നു, അമേരിക്കയിൽ ഇപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണോ ചർച്ചയായത്, അതോ EVM ആണോ ചർച്ച ചെയ്തത്, അതോ പാർട്ടിയുടെ മഹാരാഷ്ട്രയിലെ തോൽവിയാണോ? ഇന്ന് 29-നാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരുന്നത്. അന്ന് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ പരാജയം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് സൂചന. ജാർഖണ്ഡിൽ പുതിയ മന്ത്രിസഭ 28-ന് ചുമതലയേൽക്കുന്നുണ്ട്. അവിടെ ഉപമുഖ്യമന്ത്രി പദം വേണം എന്നുള്ളൊരു ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏതായാലും പുതിയതായി AICC അധ്യക്ഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആവശ്യമാണ് EVM-ന് പകരം ബാലറ്റ് പേപ്പറുകൾ വേണം എന്നുള്ളത്. അത് ഒരുപക്ഷെ കോൺഗ്രസിന്റെ നിലപാടിലെ ഒരു വലിയ മാറ്റം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പരസ്യമായി കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതനായ നേതാവ് തന്നെ അത്തരം ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ അവരൊരു സംശയത്തിന്റെ ഒരു സൂചന കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതായത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളൊരു ആരോപണമാണ് പരോക്ഷമായി കോൺഗ്രസ് അധ്യക്ഷൻ ഉന്നയിക്കുന്നത്. ഏതായാലും ഈ ബാലറ്റ് പേപ്പറിലേക്ക് മടക്കി കൊണ്ടുപോകണം എന്നുള്ള ഈ കോൺഗ്രസ് അധ്യക്ഷന്റെ ആവശ്യം വന്നിരിക്കുന്നത് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി തള്ളിയ ദിവസമാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് പറഞ്ഞത്, നിങ്ങൾ ജയിച്ചാൽ EVM-ന് പ്രശ്നമില്ല, നിങ്ങൾ തോറ്റാൽ പരാജയപ്പെടും അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഞങ്ങൾക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് ഹർജി തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞത്. അതേ ദിവസം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ EVM മാറി ബാലറ്റ് എന്നുള്ളൊരു ആവശ്യം വരുന്നത്. ഏതായാലും ഇതടക്കമുള്ള വിഷയങ്ങൾ കോൺഗ്രസ് പ്രവർത്തക സമിതി വെള്ളിയാഴ്ച ചർച്ച ചെയ്തേക്കും.